ിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരാ പോണ് റോഡ് കല്ലമാനാണ്. ഇതെന്താണ് കൊമ്പുള്ള മാൻ എന്താ പറയുന്നത്? നോക്കിക്കണ്ട എലിഫന്റ് കണ്ടാ നെഞ്ച് മൊത്തം കാളിയിട്ടാണ് കേസ്. പടച്ചോനെ എനിക്ക് വയ്യ. അങ്ങോട്ട് എടുത്തോ ഷെയ്ബോനെ കാണാന് ടാറ്റൊക്കെ കൊടുക്കട്ടോ. ഷെയ്ബോര് ഇതിപ്പോ ഉപ്പാൻ്റെ അടുത്ത് വണ്ടിയൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഓട്ടി വെക്കാനൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം. അപ്പൊ ഇതാ ഞങ്ങളിതാ പുതിയ വണ്ടിയിൽ മൊബീനിയും കയറ്റിക്കണ്. പിന്നെതാ അപ്പോ ഇന്നതാ നേരം ഒരു 5:30 കഴിക്കണം കേട്ടോ. ഞങ്ങള് അത്തായൊക്കെ കഴിച്ച് ഈ നേരെ ഞങ്ങൾ നാട്ടിൽ പോകട്ടോ. നാട്ടിൽ പോകുന്ന വ്ളോഗാണ്. അപ്പം എല്ലാവരും കണ്ട ഷെയ്മോൻ അവിടെ ഉണ്ട്. കാലുത മാറ്റുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇന്ന് നാട്ടിൽ പോവുകയാണ്. പെരുന്നാളൊക്കെ ഇങ്ങനെ നാട്ടിൽ കൂടാന്ന് കരുതി. അപ്പോൾ നാട്ടിലത്തെ വ്ളോഗായിരിക്കും എന്തായാലും. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷെയ്മോനെ മീമിക്ക് ഇഷ്ടം കൊടുത്തോ? ഷെയ്മോന് മീനാട്ടോട്ടെ. ഷെയ്മോന്റെ മീനിതാ. ഞാൻ മീൻ ഇട്ട് കൊടുത്താ? അത് ഇട്ട് കൊടുത്താ? ഫുഡ് കൊടുത്താ? ഇനിയിപ്പോ നീ എത്ര ദിവസം കഴിഞ്ഞിട്ട് വരിക? ആ നീ കൊടുത്താ? അല്ല പോലേ ഷെയ്മോനല്ല. ഷെയ്മോൻ വെച്ച് നേരം പോകുമ്പോ ഞങ്ങള് യാത്ര ആക്കാൻ വന്നു കേട്ടോ. ഷെയ്മോന്റെ ഡോഗാണ്. വേണ്ട ഒരാളിതാ ഷെയ്മോനെ ഈ പറഞ്ഞാ ബോബോനോട് ബൈ പറഞ്ഞ ടാറ്റ കൊടുത്തോ? പറഞ്ഞാടാ ടാറ്റ കൊടുത്തോടാ. പോയിട്ട് വരട്ടാ. കാറൊക്കെ വണ്ടിയൊക്കെ നോക്കൂലേ? ബൈക്ക് ഒക്കെ നോക്കൂട്ടാ. ബൈക്കൊക്കെ നല്ല നോക്കണട്ടാ. രണ്ടാളും പോവാനിട്ടാ. ടാറ്റ കൊടുത്തോ? ആ പറഞ്ഞോടാ. ബൈ പറഞ്ഞോടാ. ബൈ പറഞ്ഞ ബൈ പറ. ഓക്കെ. അപ്പോൾ ഗേസ് അപ്പതാ ഷെയ്മോൻ വെച്ചിട്ടാ. ഷെയ്മോൻ ഈ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഓനക്ക് ഈ സീറ്റിൽ ഇരിക്കണം കേട്ടോ. അതാ ഞാൻ അവരൊക്കെ കാണും കേട്ടോ. വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഗേസ് തുടങ്ങണ യാത്ര തുടങ്ങാട്ടാ. അപ്പൊ ഇനി നേരെ നാട്ടിൽ പോകുന്നു. നാട്ടിൽ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് അങ്ങനെ പോട്ടോ അല്ലേ? എന്താണ് ഷെയ്മോൻ എന്താ പറയല്ലേ? ഷെയ്മോൻ ബോബോനൊക്കെ ടാറ്റ കൊടുത്തില്ല. ഷെയ്മോൻ ബാക്കിൽ ഇരിക്കണോ? വലിയ സീറ്റ് ഉണ്ട് അവിടെ. അവിടെ ആരോഗ്യല്ലോ. അവിടെ ഇരുന്നോ ഓനെ. അപ്പൊ എന്തായാലും അല്ലേ കാഴ്ചകളൊക്കെ കാഴ്ച ഷെയ്മോൻ ചെറുക്ക പോണേ ടാറ്റ മതി. യെസ്. അപ്പോൾ നമ്മൾ CNG ഫുൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. പെട്രോള് നമുക്ക് ഇതിൽ ഞങ്ങൾ കുറച്ച് അടിക്കലുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് CNG കൺവേർട്ട് ചെയ്യലോ കേട്ടോ. CNG ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടും. നമുക്ക് ചെക്ക് ചെയ്യണം. എന്തായാലും നമ്മൾ ആദ്യമായിട്ടാണ് വണ്ടി എടുത്തിട്ട് ദൂരയാത്രയൊക്കെ പോകുന്നത് കേട്ടോ. നോക്കാം, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം മൈലേജ്. അപ്പൊ ഗേസ് ഞങ്ങളിതാ ഫസ്റ്റ് കിടക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ട്രാക്കിൽ നമ്മളെ ഫസ്റ്റ് പൈസ എത്ര പോകുന്നുണ്ട് നോക്കല്ലേ? എത്ര എമൗണ്ട് നോക്കിക്കല്ലോ. നോക്കാം. ഹലോ ഗേസ്. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് ടോളൊക്കെ കടന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ട്രാക്ക് വെച്ചതിന് ശേഷം ഫസ്റ്റത്തെ ടോളാണ്. നോക്കാം നമുക്ക് പൈസ പോയിട്ടുണ്ടോ നോക്കട്ടോ. ചെക്ക് ചെയ്തോ. ഷെയ്മോനോട്ടെ. ഷെയ്മോനെ കാണിച്ചു കൊടുത്താ? ഷെയ്മോനെ വാങ്ങിക്കണോ? അല്ലോ ഷെയ്മോന്റെ കഥ പറയണേ. അപ്പൊ ഇതിനിപ്പോ പോയിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. അതില് കാണുന്നുണ്ട് ഇപ്പൊ ബാലൻസ്. കുറച്ച് കഴിഞ്ഞാൽ മെസ്സേജ് വരുവായിരിക്കും. അപ്ഡേറ്റ് ആവാണ്ടാവായിരിക്കും. നോക്കാം നമുക്ക്. അപ്പൊ എന്തായാലും വീണ്ടും നമ്മൾ യാത്ര തുടങ്ങാം അല്ലേ?
നമ്മുടെ രണ്ടാമത്തെ ടോൾ ഗേറ്റ് എത്തിയിട്ടുണ്ട് ഗേസ്. എന്താണ് പറയാനുള്ളത്? ഏകദേശം നമ്മൾ മൈസൂർ എത്തിയിട്ടുണ്ട് അല്ലേ? മൈസൂർക്ക് ഇനി ഏകദേശം ഇവിടെ ഒരു 10-15 കിലോമീറ്റർ കൂടി എത്തിയാൽ മൈസൂർ എത്തി. ഇവിടെ ഇറങ്ങാൻ കുറച്ച് നേരം വൈകിക്കണം, അതുകൊണ്ടല്ലേ അതിനെ ഒന്നും കൂടി ഫാസ്റ്റായിട്ട് നമുക്ക് എത്തായിരുന്നു കേട്ടോ. അപ്പം ഇനി ഫോറസ്റ്റ് ഒക്കെ ഇങ്ങനെ കടന്ന് നമുക്ക് പോവാം അല്ലേ? എന്താണ് ഷെയ്മോൻ ഉറങ്ങിയോ? എവിടെ ഷെയ്മോന് വെച്ചൊക്കെ നീച്ചിട്ട് ആയിരുത്താ. ടാറ്റ കൊടുത്തോളാം, ഇടക്കിടക്ക് ടാറ്റ കൊടുത്തു. ഓക്കെ ബൈ പറഞ്ഞോ. ഞങ്ങളിങ്ങനെ കാട്ടൊക്കെ കയറിയിട്ട് ഞങ്ങള് ആനി പുലിനൊക്കെ കാണിച്ചു തരാ പറഞ്ഞു. ആലിനെ കാണിച്ചു തരും, പുലിനെ കാണിച്ചു തരും, പിന്നെന്താ കാണിച്ചു തരും എല്ലാം പറയും. അപ്പതാ ഞങ്ങള് മൈസൂര് എത്തിക്കണം കേട്ടോ. മൈസൂര് എത്തിക്കണം. പിന്നെ ഞങ്ങള് അവിടുന്ന് വരുമ്പോ CNG ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോ പിന്നെ ഞങ്ങൾ ഫുള്ളാക്കാനും വേണ്ടിട്ട് CNGന്റെ വണ്ടി ആകുമ്പോ ഇതാണ് പ്രശ്നം കേട്ടോ. നമ്മള് തെരഞ്ഞ് നടക്കണം. പമ്പ് കിട്ടാൻ ഭയങ്കര റിസ്ക്കാ. എന്തായാലും ഇവിടെ നെഞ്ചങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിന് മുന്നേ തന്നെ ഉണ്ട് കേട്ടോ ഒരു CNGന്റെ ഇത്. പിന്നൊക്കെ ഉണ്ട് അവിടെയും ഇവിടെയൊക്കെ. പിന്നെ നമ്മൾ കുറെ കറങ്ങി തിരിഞ്ഞൊക്കെ പോകണം. CNG കിട്ടാൻ മറ്റൊരു പമ്പ് മാതിരി ഇത് കിട്ടാൻ കുറച്ച് റിസ്ക്കാ. എന്തായാലും നമ്മളിപ്പോൾ ഫുള്ളാക്കിയിട്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നാട്ടിലേക്ക് എത്താനുള്ള ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എത്ര മൈലേജ് ഉണ്ട് എത്ര എന്നൊക്കെ പറഞ്ഞു തരും. എന്തായാലും ഇനിയിപ്പോൾ നേരെ നമുക്ക് ബന്ദിപ്പൂര് വഴിയാണ് നമുക്ക് ഇനി അങ്ങോട്ട് കിടക്കാറുണ്ട് കേട്ടോ. എന്തായാലും അടുത്ത കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ അതാ ഷെയ്മോനെ ആദ്യമായിട്ട് മാനിനെ കാണുന്നുട്ടാ. മാനിനെ ഷെയ്മോനെ ഇങ്ങോട്ട് നോക്ക്. ഷെയ്മോനെ മാനിനെ കണ്ടാ? ഷെയ്മോ ഇറങ്ങി നീച്ചേട്ടാ മാനൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ബന്ദിപ്പൂര് കാട്ടിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരാ പോണേ? അതാരാ കയറി പോണേ? അപ്പൊ ഇനിയും നമുക്ക് ആനകളും ഒക്കെ ഉണ്ടാവും അല്ലേ? പോയി നോക്കാം. ഡയറക്റ്റ് തൊട്ടടുത്ത് തൊട്ടാ കലമാനാണ്. എന്താണ് കൊമ്പുള്ള മാന എന്താ പറയല്? പുല്ല് തിന്നനെ കണ്ട ഷെയ്മോനെ നോക്കിക്കുന്നു. ഇങ്ങനെ ടാറ്റ എടുത്താളാ പോവാ പറഞ്ഞാ. ടാറ്റ എടുത്താ ഇതപ്പോ ആനനെ കണ്ടിട്ട് വളർത്തണ ആനയും തൊട്ടിട്ട് അവരുടെ നോക്കിക്കണ്ട. എലിഫന്റ് കണ്ടാ? അങ്ങനെ വിളിച്ചാരില്ല. ബബ്ബനെയാണ് വിളിച്ചത്. ആനനെ കണ്ടിട്ടില്ല. ആനനെ കണ്ടിട്ടില്ലേ? ബബ്ബനെ ഓടിക്കണത്. ആനനെ കണ്ടിട്ട് ഷെയ്മാനുജി അങ്ങോട്ട് നോക്ക്. തുമ്പിക്കൈയുള്ള ആനകൾ. അപ്പൊ ഷെയ്മോൻ ഇതാ നോമ്പില്ല, അത്താഴത്തിനൊക്കെ നീച്ചിട്ട് നോമ്പ് നോക്ക. ആനനൊക്കെ കണ്ടിട്ട് ഇതാ കഞ്ഞി കൊടുക്കുന്നിട്ടാ. എന്റെ മോനെ വണ്ടികളൊക്കെ ഇങ്ങനെ നിരത്തി നോക്കാം. അപ്പൊ നമ്മൾ ഇനിയും വീണ്ടും നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഗേസ്. ആന ഇറങ്ങിക്കിട്ടാ എന്റെ മോനെ ആകെ ബ്ലോക്കാക്കി ഒരു കഥ. അത് കാണുന്നു ഗേസ്, കാണില്ലേ? ആ കാണുന്ന ഈ വണ്ടികളൊക്കെ ആകെ ബ്ലോക്കാക്കി. എന്റെ മോനെ ഒരു രക്ഷയില്ല. കാണാൻ എനിക്ക് ആർത്ത കണ്ടില്ല. സീനാണ്. റോട്ടുമ്പോ നിക്ക്. അപ്പൊ ആകെ ബ്ലോക്ക് ആക്കിയിട്ട് ആളിതാ ഡേഞ്ചറാട്ടാ. ഇങ്ങോട്ട് നോക്കണേ എന്റെ മോനെ ഒരു രക്ഷയില്ല. എന്താ അവസ്ഥ അറിയാം. എന്തായാലും നമ്മള് പോയിക്കൊണ്ടിരിക്കട്ടാ. എല്ലാരും പോകണ്ട മോനെ. ഷെയ്മോനൊക്കെ പേടിച്ചിരിക്കണ. ആന കട്ടാ ഷെയ്മോനൊക്കെ ആകെ പേടിച്ചിരിക്കണേ. എന്തായാലും അങ്ങോട്ട് റോട്ടുമ്പോ സെന്റർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരികയാണേ.
പടച്ചോനെ നെഞ്ച് മൊത്തം കാളിയിട്ടാണ് കേസ്. പടച്ചോനെ എനിക്ക് വയ്യ. അങ്ങോട്ട് വീഡിയോ എടുത്തോ. സത്യം പറയാലോ റോഡ് സെന്ററിൽ ഇട്ടോ മോനെ അവര് കാളി എല്ലാരും പേടിച്ചിട്ട് കൊറേ ആൾക്കാർ തിരിഞ്ഞിങ്ങോട്ട് തന്നെ നിക്കുന്നുണ്ട്. കാരണം മാറണമെന്നില്ല സംഭവം. ഡേഞ്ചറാണ്. കൊമ്പനാണല്ലോ. കൊമ്പണ്ടില്ല പൂജി സേമ കണ്ടിക്കണേ. അടിപൊളിയില്ലേ? അപ്പൊ അന്നെ കാണാൻ പറ്റിയോ? ഷെയ്മോനെ ഷെയ്മോ വന്ന് വരുന്നുണ്ട് കാണാൻ. പിന്നെന്താ കാണാൻ മങ്കിനെ കണ്ടില്ലേ ഷെയ്മോനെ? മങ്കിനെ കണ്ട് നീ ആരൊക്കെ ടൈഗർ വരുമോ നോക്ക ഷെയ്മോൻ നമുക്ക്. ഇപ്പൊ ബന്ദിപ്പൂര് രണ്ട് കാലാവസ്ഥയിലും ഭയങ്കര ഒന്ന് ഗ്രീനറായിട്ടുള്ള ഒരിതും പിന്നെ ഈ വെയിലായി കഴിഞ്ഞാലുണ്ടല്ലോ ഒക്കെ കരിഞ്ഞു പോയിട്ടുള്ള പുറത്തുനിന്ന് നോക്കിയാൽ കാണട്ടോ. കാണിച്ചു കൊടുത്താ അടിപൊളിയുള്ള ഒരു കാലാവസ്ഥ രണ്ടും നമുക്ക് കാണാൻ പറ്റും. അത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ളത്. എപ്പം ആകുമ്പോ വെയിൽ ചൂടൊക്കെ ആകുമ്പോ അങ്ങനെ മരങ്ങളൊക്കെ ഇലകളൊന്നും ഇല്ലാതെ കരിഞ്ഞു വീണ് കിടക്കുന്ന ഒരു ഇതാട്ടോ. അങ്ങനെ ഷെയ്മോനെ കാണാന് ടാറ്റ കൊടുക്കട്ടോ. ഷെയ്മോന് ഷെയ്മോനൊരു ഷെയ്മോനെ പറ്റിക്കട്ടാ. ഷെയ്മോൻ ടാറ്റ എടുത്താളാ. ഇനി പോവോ പറഞ്ഞാളാ. ബൈ കേസ്. അപ്പോൾ വീട്ടിലെത്തിക്കണം കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഉപ്പാൻ്റെ അടുത്ത് വണ്ടിയൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഓട്ടി വെക്കാനൊക്കെ പറഞ്ഞു കേട്ടോ. എങ്ങനെയുണ്ട് അഭിപ്രായം എന്ന് ചോദിച്ചു. ഹലോ ഗേസ്. അപ്പോൾ ഞങ്ങളിതാ പുതിയ വണ്ടിയിൽ മൊബീനിയും കയറ്റിക്കണ്. പിന്നെതാ പിന്നെ ആരാണ് ഇതാരാണ് പറഞ്ഞു കൊടുക്ക്. ജുവാൻ കയറ്റിക്കണ്. ഉമ്മ ബാക്കിലിട്ട് കേട്ടാ. അപ്പൊ എങ്ങനെയുണ്ട് ഇരുന്നിട്ടൊക്കെ എങ്ങനെയുണ്ട്? അപ്പൊ ഈ യാത്ര ചെയ്തിട്ട് അവര് പറഞ്ഞു തരും കേട്ടോ. അമ്മ അങ്ങനെയുണ്ട് ബാക്കിലിരിക്കാന് സുഖണ്ടാ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ജുവാൻ എങ്ങനെയുണ്ട് വണ്ടി? പുതിയ വണ്ടി സെറ്റപ്പാ? ഓക്കെ. അപ്പൊ എന്തായാലും ഞങ്ങളൊന്ന് കറങ്ങിയിട്ടൊക്കെ ഒന്ന് വരാം. അപ്പൊ ഇവർക്ക് അഭിപ്രായമൊക്കെ പറഞ്ഞു തരും കേട്ടോ പുതിയ വണ്ടിന്റെ. ഷയാനോടെ ഷയാനോടെ ഉറങ്ങിയാ? പിന്നെ കൊണ്ടുപോകല്ലേ ഷയാനെ?